പ്രതിരോധ മേഖലയിൽ വമ്പൻ കുതിച്ചുചാട്ടവുമായി മുന്നേറുന്ന ഇന്ത്യയിലേക്ക് പല വിദേശ കമ്പനികളും അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ പ്രസിദ്ധമായ സ്വീഡിഷ് പ്രതിരോധ കമ്പനിയായ സാബ് അടുത്ത വർഷം മുതൽ ഹരിയാനയിൽ ഐക്കണിക് കാൾ ഗുസ്താവ് M4 ആയുധ സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പദ്ധതിക്ക് 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് അനുമതി ലഭിച്ചതിന് ശേഷമാണ് ഇത്. ഈ അനുമതി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ പ്രതിരോധ നിർമ്മാതാവാണ് സാബ്. 3.6 ഏക്കർ വിസ്തൃതിയുള്ള സമുച്ചയത്തിൽ ഉൽപാദന കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് കോൾ ഗസ്റ്റാഫ് M4 വേണ്ടി സ്വീഡന് പുറത്ത് സാബിന്റെ ഇന്ത്യയിലെ നിർമ്മാണ കേന്ദ്രം ആദ്യത്തേതാണ്. നിർമ്മാണ പ്ലാന്റ് പൂർണ്ണമായും സ്വന്തമാക്കാനും പ്രവർത്തിപ്പിക്കാനും കമ്പനി സാബ് FFVO ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പുതിയ സ്ഥാപനം സ്ഥാപിച്ചു. ആയുധ സംവിധാനത്തിന്റെ ഉൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂണിറ്റിൽ 100-ലധികത്തോളം ആളുകൾ ജോലി ചെയ്യുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഉപസ്ഥാപനമായ MET സിറ്റിയിലാണ് ഉൽപാദന കേന്ദ്രം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ വിതരണക്കാരുമായി പങ്കാളിത്തം സ്ഥാപിക്കാനും ഈ സൗകര്യത്തിൽ നിർമ്മിക്കുന്ന സംവിധാനങ്ങൾക്കായുള്ള മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാനും സാബ് ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യൻ സായുധ സേനകൾക്കായി കാൾ ഗുസ്താവ് M4 നിർമ്മിക്കുന്നതിന് ഏറ്റവും പുതിയ ദൃശ്യ സാങ്കേതിക വിദ്യയും നൂതന കാർബൺ ഫൈബർ വൈൻഡിങ്ങും ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കമ്പനി വിന്യസിക്കും. മറ്റ് രാജ്യങ്ങളിലെ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ ഉൾപ്പെടുത്തും. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഉൽപാദന കേന്ദ്രമായിരിക്കും സാബിന്റെ ഈ ഫാക്ടറി. എന്താണ് ഈ കാൾ ഗുസ്താവ് M4? അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാൾ ഗുസ്താവ് സംവിധാനം 1976 മുതൽ ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലുണ്ട്. ഇത് രാജ്യത്തെ സായുധ സേനയിലെ പ്രധാന തോളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആയുധമാണ്. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഈ ആയുധ സംവിധാനങ്ങൾ വ്യാപകമായി വിന്യസിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സാബ് വികസിപ്പിച്ചെടുത്ത ഒരു മൾട്ടി റോൾ ആയുധ സംവിധാനമാണ് കാൾ ഗുസ്താവ് റീകോയിൽലെസ് റൈഫിൾ. അടുത്ത തലമുറയിലെ ഒരു മൾട്ടി റോൾ ആയുധ സംവിധാനമാണിത്. ഇത് യുദ്ധങ്ങളിലും സമാധാനപരമായ ദൗത്യങ്ങളിലും ഫോഴ്സ് ഓൺ ഫോഴ്സ് സംഘർഷങ്ങളിലും വിന്യസിക്കാൻ കഴിയും. ആഡോൺ കവച സംരക്ഷണത്തോടെ കവചിത ടാങ്കുകൾ നശിപ്പിക്കാനും ലാൻഡിംഗ് ക്രാഫ്റ്റുകളും ബങ്കറുകളും നിർവീര്യമാക്കാനും തടസ്സങ്ങൾ നീക്കാനും ഇത് ഉപയോഗിക്കുന്നു. കെട്ടിടങ്ങളിൽ ശത്രുക്കളെ ഒഴിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യ കൂടാതെ അമേരിക്ക, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. 2023 നവംബറിൽ ഇന്ത്യയിൽ കാൾ ഗുസ്താവ് ആയുധ സംവിധാനത്തിന്റെ നിർമ്മാണത്തിനായി 100% ഉടമസ്ഥതയോടെ ഒരു നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സാബിന് അനുമതി ലഭിച്ചു. 2024 മാർച്ചിൽ ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ലോകമെമ്പാടും 40-ലധികം രാജ്യങ്ങളിൽ കാൾ ഗുസ്താവ് M4 ആയുധ സംവിധാനങ്ങൾ ലഭ്യമാണ്. ടൈറ്റാനിയ നിർമ്മിത ഘടകങ്ങളും മെച്ചപ്പെട്ട കാർബൺ ഫൈബർ റാപ്പിംഗും ഉൾക്കൊള്ളുന്ന ഭാരം കുറഞ്ഞതും വഴക്കമുള്ളതുമായ രൂപകൽപ്പനയാണ് ഇതിന്റേത്. റീകോയിൽലെസ് റൈഫിൾ മെച്ചപ്പെടുത്തിയ ചടുലതയും തന്ത്രപരമായ വഴക്കവും ഇതിന് വാഗ്ദാനം ചെയ്യുന്നു. ഇത് സൈനിക സേനയെ ഒന്നിലധികം തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു. 1000 മില്ലിമീറ്ററിൽ താഴെ നീളവും 7 കിലോഗ്രാമിൽ താഴെ ഭാരവും ഉള്ളതിനാൽ കൊണ്ടുപോകുന്നത് എളുപ്പമാക്കുന്നു. ഒരു ഗണ്ണറിനും ലോഡറിനും സിസ്റ്റം പ്രവർത്തിപ്പിക്കാനും കഴിയും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കാൾ ഗുസ്താവ് M4 പീരങ്കി സംവിധാനം. ഒരു പിക്കാറ്റിനി റെയിലിൽ ഒരു സാധാരണ ക്ലിപ്പ് ഓൺ ടെലിസ്കോപ്പ് ദൃശ്യം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കൾക്ക് രാത്രി സമയ പോരാട്ടത്തിനായി തെർമൽ കാഴ്ചകളോ ഇമേജ് തീവ്രതയോ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ സൈറ്റ്, റെഡ് ഡോട്ട്, ഇന്റലിജന്റ് കാഴ്ചകൾ എന്നിവയുൾപ്പെടെയുള്ള അധിക കാഴ്ച സംവിധാനങ്ങൾ ഉപഭോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാൾ ഗുസ്താവ് M4 ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ വിവിധ വെടിമരുന്നുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇത് പ്രോഗ്രാം ചെയ്യപ്പെട്ട വെടിക്കോപ്പുകളുമായി പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് സൈനികർക്ക് വിപുലമായ ശേഷി നൽകുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധോപകരണങ്ങൾക്ക് 2000 മീറ്റർ വരെ അകലത്തിലുള്ള നിശ്ചലമോ ചലിക്കുന്നതോ ആയ ലക്ഷ്യങ്ങളിൽ കൃത്യമായി ഇടപഴകാൻ സാധിക്കും. ഇപ്പോൾ 40-ലധികം രാജ്യങ്ങളിൽ ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ലോഞ്ച് വേരിയന്റ് കാൾ ഗുസ്താവ് M1 1948 സേവനം ആരംഭിച്ചു. ഇതിന്റെ രണ്ടാമത്തെ വേരിയന്റ് ആയ കാൾ ഗുസ്താവ് M2 1964 പ്രവർത്തനക്ഷമമായി. ഇതിന്റെ മൂന്നാമത്തെ വേരിയന്റ് ആയ കാൾ ഗുസ്താവ് M3 1991 മുതൽ US ആർമി റേഞ്ചേഴ്സ്, US സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സ് എന്നിവയ്ക്കൊപ്പം സേവനത്തിലാണ്. US ഇത് MAAWS എന്നാണ് അറിയപ്പെടുന്നത്. 1065 മീറ്റർ നീളവും 10 കിലോഗ്രാം ഭാരവുമുള്ള ഈ സംവിധാനം എയർബർസ്റ്റ് കഴിവും വിവിധ തരങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമാണ്. ഇതിന്റെ 4ാമത്തെ വേരിയന്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിന്റെ പുതിയ വേരിയന്റ് ആയ M4 ആയുധങ്ങൾ സാബിന്റെ പുതിയ അഗ്നി നിയന്ത്രണ ഉപകരണമായ FCD558 അനുയോജ്യമാണ്. ഈ M4 വേരിയന്റിന്റെ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കുന്നതോടെ ഇന്ത്യയുടെ വളർച്ചയ്ക്കും പ്രതിരോധ മേഖലയുടെ വളർച്ചയ്ക്കും ഇതൊരു നിർണായക ഘടകമായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.